ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ സോൾ പെണ്ണായിട്ട് മാറാന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് വേറെ വീട്ടിൽ പോകണം. കല്യാണം കഴിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തരോരുത്തർ വീട്ടിൽ പോയി വേണം. എന്നിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയാം. ഓക്കെയാണ് നമ്മൾ ഷൈനിന്റെ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഷൈനിനെ കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഷൈനിനെ കുറിച്ച് ആർക്കും അറിയാത്ത 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും അല്ലേ? ഷൈനിനെ കുറിച്ച് ആർക്കും അറിയാത്ത 3 കാര്യങ്ങൾ. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ചിലപ്പോ ചില കാര്യങ്ങള് അറിയണ്ടാവൂല. ആക്ച്വലി ഞാൻ ജനിച്ചു ഷൈനായിട്ട്. ഓക്കെ സത്യമാണോ? അറിയാത്തത് ഞാൻ മരിക്കുന്നത് ശരി, പക്ഷെ ജീവിക്കുന്നത് ആരായിട്ടാണ്? മനുഷ്യനായിട്ട്. മനുഷ്യനല്ല, ആക്ച്വലി പേരാ. എന്റെ പേരുന്നു ഫ്ലെയിം. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? കത്തി അല്ലേ? ഫ്ലെയിം തീരെ ഫ്ലെയിം അല്ലേ? പക്ഷെ ലൈറ്ററിന്റെ ലൈറ്റ് കിട്ടാം. അത് നിങ്ങൾക്ക് ആർക്കും അറിയാം. അത് പറയുന്ന 3 കാര്യങ്ങൾ. എനിക്ക് തന്നെ കാണാൻ പറ്റാത്ത സ്ഥലത്ത് വലിയൊരു മറുകുണ്ട്. ആ മറുകിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ മറുകുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു നീളത്തിൽ 3 കാര്യങ്ങളായ ഇനി എത്ര കാര്യം ആർക്കും അറിയാത്ത 3 കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറയാം. After a bath, we all get this much energy. അല്ലേ? നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യാൻ കൂടെ ടൈം ഇല്ലാതെ ഓൺ ദ സ്പോട്ട് ആ ഒരു റിപ്ലൈ തരുന്ന ആ ഒരു എനർജി എവിടുന്ന വരുന്നത്? എനർജി എവിടുന്ന വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ബാക്കിൽ നിന്നൊക്കെ വരുന്ന പോലെ അല്ലേ? കാറിന്റെ ബാക്കിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ എനർജി വരുന്നത്? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, ബാക്കിന്ന് റോക്കറ്റിന്റെ എവിടെ നിന്നായിരുന്നു? മൂട് കത്തുമ്പോഴല്ലേ നമ്മൾ ഉറപ്പാ അല്ലേ? അതിനെ മുട്ടിലടിക്കുന്നു അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ എന്ത് ചന്തിക്കടിക്കണം. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മള് ഷൈന്റെ ഇന്റർവ്യൂസ് മുന്നേ കണ്ടിട്ടുണ്ട്. ഈ ഇന്റർവ്യൂസിൽ വൈറൽ ആവുന്നതിന് മുന്നേ ഷൈന്റെ ഇന്റർവ്യൂസിന്റെ ഉള്ള ഷൈന്റെ സംസാരവും ഇപ്പം ഉള്ള ഷൈന്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്റർടൈനർ ആയിട്ടുണ്ട്. ഹ്യൂജ് എന്റർടൈനർ. നമുക്ക് എല്ലാവർക്കും ഷൈന്റെ ഇന്റർവ്യൂസ് വാച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഇന്റർവ്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇതെല്ലാം ബിക്കോസ് ഓഫ് ദിസ് എന്ന് ഞാൻ പറയാൻ ചോദിച്ചു. ആക്ഷൻ ശ്രദ്ധിച്ചില്ല. എല്ലാ എനർജിയും വരുന്നു ഈ ടിപ്പ്. ഈ ലോകം ഉണ്ടായത് ടിപ്പ്. മാജിഷ്യൻ എങ്ങനെയാണ് സാധനം ഉണ്ടാക്കുന്നത്? ഭൂമി ഉണ്ടാവട്ടെ, ആകാശം ഉണ്ടാവട്ടെ, കുട്ടി എഴുന്നേറ്റ് ഇരിക്കൂ. മനസ്സിലായ ഞാൻ പറയുന്നത് കല്ലെടുത്ത് എറിയുന്നതാണ്. കല്ലാണ് എനർജി കമ്മിങ് ഫ്രം എർത്ത്. കല്ലിൽ നിന്നല്ല, ആക്കത്തിൽ നിന്ന്. താൻ തന്റെ കയ്യിൽ എന്താ ഒന്നറിഞ്ഞ തനിക്ക് എനർജി ഇല്ല. ഞാൻ എന്റെ മൊബൈൽ എറിഞ്ഞ് കാണിച്ചതാണ്. അപ്പൊ ആദ്യം അറിഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല, മൊബൈൽ അറിയാനല്ലോ.
അതാണ് എനിക്ക് എനർജി ഓക്കെ ഇപ്പം ഞാൻ സമ്മതിച്ചത് എന്ത് സമ്മതിച്ചു? ഞാൻ ആയുധം വെച്ച് ആയുധം ഇവിടെ വെച്ചതെന്ന് കാണിച്ചു എന്തായുധം അവയ ആയുധം is invisible. ഇതൊക്കെ ഈ ചെരുപ്പാണ് നിങ്ങളുടെ ആയുധം ഇത് ആയുധം തന്നെ കേട്ടോ ഞാൻ നടത്തോളം മനസ്സിലായി നിങ്ങളുടെ ഈ നടത്തം എങ്ങനെയാ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആയിരുന്നു ഈസ് വേണം അല്ലേ ഹീൽസ് ഇല്ലെങ്കിലും അങ്ങനെ നടക്കാൻ പറ്റും. ഒന്നും അങ്ങനെ നടക്കാത്ത അങ്ങനെ ഹീൽസ് ഇല്ലാതെ നടക്കാൻ പറ്റും. നടന്ന് നടന്നു പരിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ പറ്റും. ഞാൻ ഹീൽസ് ഉള്ള ചെരുപ്പിട്ടിട്ട് നടന്നു വെച്ചാൽ എന്ത് ചെറുക്കേട്ടാ? എന്ത് ചെറുക്കില്ല? ആയതല്ലേ പറഞ്ഞു എനർജി വീണ്ടും ആ ഓക്കെ എന്റെ ചെറുപ്പ് തരാം നടക്കോ? ആ, ഇത് കൊള്ളൂല. എവിടെ ചെരുപ്പ് തരുമെന്ന് പറഞ്ഞു. അത് ഇത് കൊള്ളു. കൊടുക്കടി കൊടുക്ക്. സമ്മതി നടക്കണത് ഗേൾസ് എങ്ങനെ റാംബോക്ക് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു Rambo, like even Rambo, girls in a, like they are very much experienced. You know? കാണാനൊക്കെ അല്ലേ ഇതിന് മുമ്പ് താൻ പൊട്ടിയ പ്രശ്നങ്ങളില്ല ധൈര്യം ആക്ച്വലി സത്യം പറഞ്ഞു പണ്ടേ ശീലമില്ലാത്തല്ലേ ഈ പള്ളി ഇങ്ങനെ വരണം This is one to work. You might not be able to fit in it. Yeah, forget that. ഓ ഈ ഇതൊക്കെ ഒന്ന് പൊട്ടണാണോ ആട്ടാ ഇത് ഇട്ടിട്ട് ഞാൻ ഓടി അറിയോ ഇതിട്ടിട്ട് ഓടണ്ട വന്നു അപ്പഴല്ലേ ആ മോനിലോ വിചാരിക്കുന്ന അത്ര എളുപ്പമില്ല ആദ്യം ഇവരുടെ ഈ ഷേപ്പിലുള്ള ഇതൊന്നും ഇല്ലാത്ത ശരിയാണ് ബെഡ്ജസ് ഇത് ആ ഇടയിലൊക്കെ കുടിയില്ല ഏതാണ് ഈ പലകടിച്ചുള്ള പോലെ ഈസി അത് പലകടിച്ച സ്ഥലത്തൂടെയാണ് ഓടിയത്. പലക ഇങ്ങനെ ഇടയുണ്ടാവില്ല അതിന്റെ ഇടയിൽ കുടുങ്ങിയിടോ സമ്മതിക്കണം വെറുതെ ഇല്ലട്ടാ ചെരുപ്പ് മാറിപ്പോ നിങ്ങളൊക്കെ എന്ന് പറയണു അല്ല മൂവിയുടെ ഭാഗമായിട്ട് കൂടിയതാണോ? ഭൂമിയുടെ ഭാഗമായിട്ടല്ല ജീവന്റെ ഭാഗമായി ഓടിയപ്പോ മാറിപ്പോ. Oh my god, guys, choose this. ഇവരൊന്നും ഇങ്ങനെ ഓടില്ലട്ടോ ഞാൻ ജീവൻ ചെയ്യാൻ ഓട്ടത്തിന് ഓടിയതാ ഇപ്പഴാന്നോ സൈഡിലോ കുറച്ചു പേര് അബുദാബിക്ക് വരുന്നുണ്ടോ ഓടിയതാ നമ്മുടെയാണോ ഓടിയത്? ഇതിന്റെ കൂടെ ഒരു ഇങ്ങനത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു പാൻ പിന്നെ അനങ്ങുമ്പോ അരങ്ങി പോകുന്ന ടോപ്പ് കറക്റ്റ് ഈ ആക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഈ നിങ്ങളുടെ ഡ്രസ്സിങ് ചെരുപ്പും കാര്യം നിങ്ങൾ ആണുങ്ങളെ പോലെ ആയിരിക്കും നിങ്ങളുടെ ആക്ഷൻ സോ അപ്പൊ ഒരു പെൺകുട്ടി പറയാം മാറ്റി പിന്നെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞോണ്ടിരിക്കുന്നത് മാറ്റാൻ നിങ്ങൾക്ക് സാരിയും ടോപ്പും ഗേൾസ് ഒക്കെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ശരീരവും കാണണം മനസ്സിലായ കാണണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പോസ് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല സാരി എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വസ്ത്രം നമ്മുടെ ട്രഡീഷണൽ ഡ്രസ് ആയതുകൊണ്ട് നമ്മള് പണ്ട് മുതലേ അത് 3 ഭാഗങ്ങളിൽ അത് എക്സ്പോസ് എവിടെയാണ് ഇവിടെ 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 അല്ലേ ദിസ് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് മേക്ക് ഗേൾസ് ബ്യൂട്ടി ദിസ് ബെൽറ്റ് അല്ലേ റീസെന്റ് ഒരു സീരീസ് വന്നിട്ടില്ലായിരുന്നോ ഹീരാമന്തി അതില് അതിനെ കുറിച്ചിട്ട് ആ ഒരു ഹീരാമന്തി എന്താ പറഞ്ഞു അല്ല അതില് ആ ഒരു വാക്ക് ഭയങ്കര വൈറലായി ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നത് ഏതായിരുന്നു ആ curve കാണിച്ചിട്ട് നടക്കുന്ന ഒരു That's love handles.
ലവ് ഹാൻഡിൽസ് അത് കുറച്ച് ഭയങ്കര ഇങ്ങനെ എന്നാ ശരി. ലവ് ഹാൻഡിൽസ് വരത്ത വാക്കൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ലവ് ഹാൻഡിൽസ് അല്ലേ? ലവ് ഹാൻഡിൽസ് കോരി എടുക്കാനോ അല്ലേ? അങ്ങനെയല്ല അതിന് പറയാം ലവ് ഹാൻഡിൽ എന്താ മലയാളത്തിലേക്ക് പറഞ്ഞു. എന്താണ് അതിന്റെ പ്രയോഗം, എങ്ങനെയാണ് പ്രയോഗിക്കുക? I don't know how it feels like love handles. എങ്ങനെ വന്നിട്ട് ലവ് ഹാൻഡിൽ അത് പറഞ്ഞത് അത് ഞാൻ ചെയ്ത് Seriously, I കാണിച്ചു. don't know. അവൻ ചെയ്ത് കാണിക്കാൻ ലവ് ഹാൻഡിൽ എന്താണ് എന്ത് അത് ഊരാൻ കിട്ടണ്ട. ഊരാൻ കിട്ടുന്നില്ല, അത് പൊട്ടിക്കട്ടെ. വേണ്ട, അങ്ങോട്ടാ ഞാൻ ഊരിത്തരാം. ആ പൊട്ടിക്കല്ലിട്ടാ പുതിയതാ. ഇതല്ലേ പുതിയതാണോ പറഞ്ഞത്? നോക്കിയേ ആ നിങ്ങളാണ് എല്ലാ സർക്കസും പഠിച്ചതാണ് ഇവരെ മുട്ടാൻ നിൽക്കുന്നുണ്ട്. അതൊന്നും ആഘോഷിക്കുന്നുണ്ടോ? ലവ് ഹാൻഡിൽസ് മീൻസ് കോരികൾ കൈകൾ അല്ലേ? ഇപ്പൊ അങ്ങനെയാണ്. ഷൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ്. എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ? ഇപ്പം നമ്മള് എന്താ പറയാ, പെണ്ണുങ്ങളെ അതായത് ഇപ്പൊ ഷെയിം ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഇതിഹാസത്തിന്റെ പോലെ തന്നെ ഇപ്പൊ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സോൾ ഒരു പെണ്ണായിട്ട് മാറാന്ന് വിചാരിക്കാം. What 3 things you do as a woman? ഞാൻ ഞാൻ റൂം വൃത്തികേടാക്കി വളരെയധികം സ്വാതന്ത്ര്യം അതെന്താ അങ്ങനെ ആ ഒരു ഞാൻ കണ്ടിട്ടുള്ള റൂം വൃത്തികേടാക്കിയിരുന്നു. പെൺകുട്ടികളുടെ റൂമില്ല ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ പെൺമാർക്കുള്ള ഞാൻ വിചാരിച്ചു ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നത് പെൺകുട്ടികളാണ്. അവരുടെ ഹാൻഡ് ബാഗ് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലൊക്കെ എല്ലാ സാധനവും ടീസ്പൂൺ മുതൽ ഫിലിംസിലൊക്കെ പെൺകുട്ടികളുടെ റൂം ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ആൺകുട്ടികളുടെ അതെന്തുകൊണ്ടാണ് ഫിലിമിൽ അങ്ങനെ കാണിക്കുന്നത്? ഫിലിമിൽ അങ്ങനെ കാണിക്കാമെന്ന പെൺകുട്ടികൾ പുറത്തിറങ്ങണമെങ്കിൽ എന്താ ചടക്കത്തോടെ സോ ഈ മൂവീസിനും ഇതിലൊക്കെ ആ ഒരു ഇമേജ് മൂവീസിൽ കാണിക്കുന്നത് ഒക്കെ എപ്പോഴും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. മൂവീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കോടതിയിൽ കയറി വളരെയധികം പരിചയമുള്ള ആളും പറയാം. അല്ല ഈ മൂവീസ് അല്ല മൂവീസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റീനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ മൂവീസൊക്കെ കാണിക്കുന്ന ഈ ഭയങ്കര ഇപ്പൊ ഷൈൻ പറഞ്ഞ പോലെ ഞാൻ അഗ്രി ചെയ്യുന്ന ഗേൾസ് എല്ലാ ഗേൾസിനും പറയണില്ല. ജീവിതമാണ് അവർക്ക് ഒരു ഫാമിലി മാത്രല്ല ഈ ഷൈൻ ഇപ്പൊ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ റൂം വൃത്തികേടാക്കി ആണ്. പക്ഷെ ഈ റൂം ക്ലീൻ ആക്കുന്നത് പെൺകുട്ടികൾ തന്നെയല്ല. എത്ര ആൺകുട്ടികൾ സ്വന്തം റൂം ക്ലീൻ ഞാൻ പെൺകുട്ടികളൊന്നും വൃത്തികേടാക്കട്ടെ എന്നാലേ പെൺകുട്ടികൾ വരുള്ളൂ. അപ്പൊ ഈ ക്ലീനിങ്ങിന്റെ ഇതെടുക്കുമ്പോ എത്ര ആൺകുട്ടികൾ ക്ലീൻ ആക്കുന്നുണ്ട് സ്വന്തം? അത് ക്ലീനിങ് ഒരു അമ്മയായി കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കട്ടോ. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് വീട് കിട്ടണം. അവര് പറയാ ഞാനൊരു വീട് ഭരിച്ചതോ അമ്മോട് പറയണം. കാരണം അവർക്കറിയാം അവർക്ക് വേറെ ഇതറിയില്ല. അത് താൻ തന്നെ ഉണ്ടാക്കി എടുക്കുകയും വൃത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്യണം. അമ്മ ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ മാറി കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും. എന്റെ കേസില് എന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്നെക്കാട്ടും ക്ലീൻ ആയിട്ട് വീട് വെക്കപ്പോ ഒരു സാധനം വെച്ചെടുത്ത് വെക്കാന്നുള്ളത് എന്റെ ഹസ്ബൻഡാണ് കൂടുതൽ അത് ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്നവരാണ് ഭയങ്കര അവരെ ഫോളോ ചെയ്യുന്നവരെ അമ്മ. അപ്പൊ ഒരു ദിവസം പെണ്ണായിട്ട് ജീവിക്കാനുള്ള അവസരം കിട്ടിയാല് ഷൈൻ ചെയ്യുക, റൂം വൃത്തിയുടെ കാര്യം ഇപ്പൊ ഒരു ദിവസം ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ 3 കാര്യങ്ങൾ എന്താ ചെയ്യാൻ? ഞാൻ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരും. ഫസ്റ്റത്തെ കാര്യം. അല്ല ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറയുന്നത്. നല്ല വിടാനല്ല, ഇവിടുത്തെ കാര്യമില്ല, നമ്മുടെ നാട്ടിലെ ഒരു കാര്യം പറയുന്നത്. ഞാൻ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരും. കാരണം എന്റെ നാട്ടില് ഞാൻ 6 മണി മുന്നേ വീട്ടിൽ ഇവിടെ
ഇവിടെ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. timings അങ്ങനെ. അപ്പൊ പിന്നെ എന്തിനാ താൻ അവിടെ 6 മണിക്കുള്ളിൽ കയറുന്നത്? ആരെ കാണിക്കാനാ? അല്ല, നമ്മളുടെ ഒരു അപ്പൊ സിറ്റുവേഷൻ കാണിക്കാനായിട്ട് പെൺകുട്ടികളും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാണിക്കാനല്ല, അത് നമ്മുടെ സേഫ്റ്റിക്ക് Society. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. Yes, of course, society. കാരണം നമ്മുടെ സേഫ്റ്റി നോക്കാന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങളുടെ സേഫ്റ്റി നോക്കാൻ നാട്ടില് സേഫ് ആണോ 6 മണിക്ക് ശേഷം? ആരാണ് നാട്ടിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നത്? നാട്ടില് സേഫ് ആണോ 6 മണിക്ക് ശേഷം പെൺകുട്ടി പുറത്തിറങ്ങുന്നത്? സേഫ് നിങ്ങളുടെ സംസാരങ്ങളിൽ അവളെ മോശമാക്കുന്നതാണോ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യുന്നു? നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട് റിപ്പോർട്ട് Attack ചെയ്യുന്ന ചെയ്തിട്ടുള്ള കേസസും ഉണ്ട്. ശരിക്കും ഞാൻ കാര്യങ്ങളുണ്ട്. ശരിക്കും അങ്ങോട്ടും പേടിയാണ്. മനസ്സിലായോ? മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണല്ലോ ആണുങ്ങളുടെ വീട്ടിൽ പോകുന്നത്. അതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യനെ എന്റെ വീട്ടിൽ പോകും. ഈ എന്റെ വീട്ടിലുണ്ടായി. ഞാൻ ആണാണല്ലോ. അപ്പൊ അതന്നെയാണ് താൻ വീട് റിപ്പീറ്റ് ചെയ്തു. എന്റെ ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ നിൽക്കാലോ. മനസ്സിലായോ? താനായി തന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് നേരെ ഭർത്താവിന്റെ വീട്ടിൽ പോകണം. ആ. അപ്പൊ താൻ ആയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ തന്നെ നിൽക്കും. തനിക്ക് തന്നെ വീട്ടിൽ നിൽക്കാം. ആ പെണ്ണായിക്കോ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ താൻ പഴയ തന്നെയാണ് ചെയ്യണം അല്ലേ? ഞാൻ മാറ്റം വരുത്തല്ലേ വേണ്ടത്? മാറ്റം എന്തിനാണ് നിങ്ങൾ വേറെ ആളുടെ വീട്ടിലേക്ക് പോകുന്ന സമ്മതിക്കുന്നത്? പിന്നെ കല്യാണം കഴിഞ്ഞ് എന്താ ചെയ്യാം? അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതാരെവിടെ എഴുതിച്ചോ? നമ്മള് കൊറേ നാളുകളായിട്ട് ഫോളോ കുറെ നാളുകളായിട്ട് ചെയ്യുന്ന ഫോളോ സിസ്റ്റം തന്നെയാണ് നമുക്കും ചെയ്യുന്നത്. നമ്മുടെ വസ്ത്രധാരണം, സംസാരം, പ്രവൃത്തി, ഇവരൊക്കെ പഴയ പോലെ തന്നെയാണ്. ആണോ? അല്ല, പിന്നെ ഇത് മാത്രം എന്താ ചെയ്യണം? ഇത് മാറ്റണം. ഞാൻ അതുകൊണ്ട് കല്യാണം കഴിക്കാത്തത്. കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ പോയി താമസിക്കാൻ പോണം? ഞങ്ങളാണെന്ന് പോല മാക്സിമം ഉച്ചയ്ക്ക് ഭക്ഷണമായി തിരിച്ചു വരും. കണ്ണൂരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. കണ്ണൂർ എങ്ങനെയാണ്? എന്താ? കണ്ണൂര് തലശ്ശേരി അങ്ങനെ. പോയാൽ തിരിച്ചു വരില്ലേ? ഇല്ല ഇല്ല. അവരവിടെ അവര് അങ്ങോട്ട് അങ്ങോട്ട് കല്യാണം എന്നാ പിന്നെ കഴിച്ചു സുഖിക്കാൻ വേണ്ടിട്ടായിരിക്കും. ആ കുട്ടികൾ അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു പരിഗണന കിട്ടും. അല്ല, പക്ഷേ ചില അവരാണ് ആ പക്ഷെ വീട്ടിലെ full time ചെലവ് ആണ് നോക്കുന്നത് കേട്ടോ. ഫുൾ ടൈം കണ്ണൂര് ചില അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, കാരണം അവരാണ് ആ വീടിന്റെ ഫുൾ ഉത്തരവാദിത്തം അതിന് ശേഷം. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ പെൺകുട്ടികൾ ഉണ്ടായാലും ബർക്കത്താണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കണ്ണൂരിലെ ഫാമിലി. പെൺകുട്ടി ഉണ്ടായാലും ആൺകുട്ടി ഉണ്ടായാലും ഒരു കുട്ടിയാണ്. കാരണം എന്താ ഈ പറയുക, ആൺകുട്ടി ഉണ്ടാവുന്ന പെൺകുട്ടീനെ പെൺകുട്ടീനെ കെട്ടിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത്, കല്യാണം കഴിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് ബാധ്യതയാണ്. ഇതങ്ങനെയല്ല. ഒരു ആൺകുട്ടി വീട്ടിലേക്ക് വരികയാണ്, വീടിന്റെ മൊത്തം ഉത്തരവാദിത്വവും ആ ആള് ഏറ്റെടുക്കാണ്. അവരുടെ ആ വീടിന്റെ ചുമതലയും അവിടുത്തെ ചെലവുകളും എല്ലാം ആളാണ് വഹിക്കുന്നത്. അപ്പൊ അവർക്ക് അത് ഒരു ഇത് ചെലവിന്റെ കാര്യമല്ല. ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ അവിടെ ഇതാണ് ഇനി നിന്റെ വീട് എന്നിട്ടെങ്കിൽ കയറി ചെല്ലണേന്ന് ആലോചിക്കണം. ഒരു ഹോട്ടൽ മുറിയിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന് രാത്രി. എന്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു സിസ്റ്റം വരണം. സിസ്റ്റം വരണം ഞാൻ പറയുന്ന സിസ്റ്റം കല്യാണം കഴിച്ചോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തർ വീട്ടിൽ പോയിക്കോ. വീട്ടാക്കിയാൽ മതിയില്ലേ? അല്ല വീട്ടിൽ പോയിക്കും. അല്ല എന്റെ അഭിപ്രായത്തില് എവിടുത്തെ ഭക്ഷണമായിരിക്കും ആരുടെ വീട്ടിൽ കല്യാണ ചടങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെക്കനും പെണ്ണും കല്യാണം കഴിക്കുന്നു. കല്യാണ ചടങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു. അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു. മീറ്റ് ആക്കണം തോന്നുന്നു. മീറ്റ് ആക്കിയേ മതിയെന്ന് നിങ്ങൾ ഇവിടെ ഒന്നും എന്നാ പിന്നെ കല്യാണം കഴിക്കോ? വേണം. എന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കാൻ ഓക്കെ അങ്ങനെ മീറ്റ് ആക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ആണോ? അപ്പൊ നിങ്ങള് പറ്റൂലല്ലോ. എന്തുകൊണ്ടാ? കല്യാണമാണോ മീറ്റാക്കലാണോ ആദ്യം ഉണ്ടായത്? കുട്ടി ഉണ്ടാവലാണോ കല്യാണമാണോ ആദ്യം ഉണ്ടായത്? കല്യാണം. പറയാൻ പറ്റൂല. അപ്പൊ ഇതൊന്നും തമ്മിൽ ബന്ധമില്ല ശരിക്കും. ഇതൊക്കെ എന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം വേണ്ടെന്നല്ല, അല്ല അത് പറ്റുന്നവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ചാൽ മതി. പിന്നെ ഇത്രയും ചെലവ് നടത്തി ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാക്സിമം ഒരു ദിവസം ഫോട്ടോഷൂട്ട് ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം തീരാൻ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലേ? എത്ര കാശാണെന്ന് പറയും മലയാളികൾ കല്യാണത്തിന് വേണ്ടി ചിലവാക്കണം. കാശുള്ളവർ ഇപ്പോൾ രാജാവിന് സ്വത്തിൻ്റെ ഒരു പകുതി പോലും ചിലവാക്കുന്നില്ല. നമ്മളിവിടെ ഇപ്പം കല്യാണം നടത്താൻ വേണ്ടി ലോൺ എടുക്കുന്ന ആൾക്കാരാ അല്ലേ? വീടും പറമ്പും വിൽക്കുന്നവരെ എന്തിന്? 2 ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആവോ? ഇല്ലേ? ഉറപ്പാണല്ലേ? അല്ല ഓക്കെ ആവില്ലെന്ന് അറിയില്ലല്ലോ. ആദ്യം നമ്മൾ എന്താണ് കല്യാണം കഴിക്കാൻ പോകുന്നവരോട് അന്വേഷിക്കേണ്ടത്? പെൺകുട്ടീനോട് നിങ്ങൾക്ക് ആൺകുട്ടിയോളം ഇഷ്ടമാണോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ആരെയും ചോദിച്ചിട്ടുണ്ടാ? അതോ നിങ്ങൾക്ക് പെൺകുട്ടികളാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടാ? എങ്ങനെ? നിങ്ങൾക്ക് സ്ത്രീകളിലാണോ ഇൻട്രസ്റ്റഡ് ഓർ
പുരുഷരിലാണ് ഇൻട്രസ്റ്റഡ്. ഇനി വരുന്ന ജനറേഷൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരെങ്കിലും ഓർമ്മയില്? ഇത്ര നാളത് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഏത് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നില്ല. ഈ നിങ്ങൾ പറഞ്ഞ ആണുങ്ങളാണ് അത് ഉണ്ടായിരുന്നു. അങ്ങനത്തെയുള്ള ആളുകൾ തമ്മിൽ ബന്ധപ്പെടാതെ ദാമ്പത്യം തകർന്ന പല കഥകളും. നമുക്കത് ഫെമിലിയർ ആയിരുന്നില്ല മലയാളികൾക്ക്. ഏത് ഫെമിലിയർ ആയിരുന്നില്ല എന്നല്ല, നമുക്കത് അറിയാൻ പറ്റിയിരുന്നില്ല. തനിക്ക് എന്തിനോടാണ് താല്പര്യം, ആക്ച്വലി ബന്ധപ്പെടാതെ ഒരുപാട് കാലം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അത് കാരണം ഡിവോഴ്സ് ആയവരുണ്ട്. ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചറിയേ സംസാരിക്കുകയോ ചെയ്യാറുണ്ടോ നമ്മുടെ ലൈഫിൽ? കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്താ അന്വേഷിക്കുക? ചെക്കന് ബാങ്ക് ബാലൻസ് ഉണ്ട്, പറമ്പുണ്ടോ? പെണ്ണിനോട് ഇഷ്ടമൊന്നും ചോദിക്കാറുണ്ടാ? ഉണ്ടാ? ആ പെൺകുട്ടീനോടല്ല, പെണ്ണിനോട് താല്പര്യം ഉണ്ടോന്ന്? അല്ലെങ്കിൽ പെണ്ണിനോട് നിനക്ക് ആൺകുട്ടീന് എൻ്റെ ഫ്രണ്ട് പറയാ 10 കോടി കൊടുത്ത് കെട്ടിക്കുന്നോണ്ട് പ്രശ്നമില്ല, അവൾ എൻ്റെ മോളെ ഒന്ന് എന്ത് ഉറപ്പിടാന്ന്. ഒരു ഉറപ്പില്ലല്ലോ, ആരും അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ. ഇന്നസെൻ്റ് ആയിട്ട് ഒരു കഥ പറഞ്ഞ ഓർമ്മയില്ല? കല്യാണം കഴിഞ്ഞിട്ട് ആ കഥ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്നസെൻ്റ് ആയിട്ടും കഥ പറഞ്ഞ് അമ്മായി ഇന്നസെൻ്റ് ആയിട്ട് ഭാര്യയുടെ അടുത്ത് എനിക്ക് ഇത് അതില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോള് അമ്മയുടെ അടുത്ത് അമ്മ പോയിട്ട് അപ്പൻ്റെ അടുത്ത് പറയും. എന്നിട്ട് വാഴത്തോട്ടത്തിൽ ഇന്നസെൻ്റിൻ്റെ അടുത്ത് അമ്മായിപ്പൻ ചോദിക്കുന്നില്ല, എടാ ഇന്നസെൻ്റ് നിനക്കതില്ലേ? അപ്പം ഇന്നസെൻ്റ് ആയിട്ട് മുണ്ട് തുറന്ന് കാണിക്കുക, അയ്യോ ഇത്രയൊന്നും പോരാ മോൾക്കുന്നു. എന്താ മനസ്സിലായ? തനിക്ക് മനസ്സിലായ? ഇവൾക്ക് മനസ്സിലാവില്ല, കാരണം ഇവൾക്ക് അത് മനസ്സിലാവും ഒരു ചാൻസും ഇല്ല. അതാ പറഞ്ഞു, ഇവൾക്ക് ആ എനർജി ഇല്ല. മനസ്സിലായില്ലേ? ഇതൊരു കോമഡി ആയിട്ട് പുള്ളി പറഞ്ഞാട്ടോ. കാരണം ഇവിടെ പുള്ളിയുടെ വീട്ടിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വലിയ സദസ്സിലിരുന്നിട്ട് ഇത് അശ്ലീലത അല്ല. അശ്ലീലം എന്താണ്? എന്തിനേയും മോശമാക്കി ചിത്രീകരിക്കുന്നതാണ് അശ്ലീലം. അത് ഈ പൂവിനെ ആയാലും പുരുഷനെ ആണെങ്കിലും അല്ലേ ഈ ഒരു പൂവിനെ നമുക്ക് എങ്ങനെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇതിനൊന്നും മോശമാക്കി ചിത്രീകരിക്കാവോ? എനിക്കത് പറ്റില്ല. ഞാൻ മോശമാക്കി ചിത്രീകരിക്കും. താൻ മോശമാക്കി കാണിക്കേ വേണ്ട. അവൾ പിടിച്ചപ്പോൾ തന്നെ അതിലൊരു മോശമായി. പൂവിനെ പിടിക്കണ പോലെ പിടിച്ചത്. എന്നിട്ട് അതിനെ നോക്കിയില്ല, ഒന്ന് മണത്തോ അതുമില്ല. ആ കേട്ടാ, എന്താണ് അതിന്റെ പ്രശ്നം? നോക്കിയേ, മണം ഉണ്ടായിന്. ഇനി അതിനെ മോശമാക്കേണ്ട കാര്യം ഉണ്ടാ? ഒരു പൂവിനെ ആരെങ്കിലും അങ്ങനെ വിളിക്കുവോ? എന്താണ് അതിന്റെ പേര് പറഞ്ഞത്? അപ്പൊ റോസ് കളറുള്ളതിനല്ലേ റോസ് എന്ന് പറയണത്? ഇത് വൈറ്റ് റോസ്. ഓക്കെ, ഇനി എങ്ങനെ മോശമാക്കാ? ഇത് മോശമായപ്പോ മണമില്ല. ഈ പൂവിനെ നമ്മൾ മോശമാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സാധനം വാങ്ങിയിട്ട് അതിനോട് മിസ്ബിഹേവ് ചെയ്യാം. മനസ്സിലായ? താഴ്ത്തുകളിയെ പൊട്ടിക്കുക, അതിൻ്റെ രൂപത്തിനെ മാറ്റാം. പൂ ഇതിൻ്റെ ആകൃതി ഉണ്ടല്ലോ, അല്ലാതെ ഇതൊരു സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ ഇതൊരു ജോയിന്റ് വലിക്കും എന്ന് പറഞ്ഞാൽ മോശമാവില്ലല്ലോ. ഇതിനെങ്ങനെ മോശമാക്കാം? ഈ ഇല പറിക്കുക, ഇത് പറിക്കുക, ഇങ്ങനെ വിറച്ച് പിറ്റിട്ടാ. എന്നിട്ട് ഇത് ഇവിടെ ഇരിക്കേണ്ട റോസാപ്പൂ എവിടെ ഇരിക്കും? താഴ്ത്തിരിക്കും. അത് ചൂല് കൊണ്ട് അടിച്ചു വാരി കൊട്ടയിടും. അപ്പോൾ മോശമായ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു ആകൃതിയുണ്ട് എല്ലാത്തിനും. അത് നഷ്ടപ്പെടുത്താതെ നോക്കുക. അനു നോക്കണ്ടപ്പോ എന്താ വേറെ സ്ഥലത്ത് പോയി കടന്നാലാ ഇവിടെ തീരുണ്ട്. വേറെ സ്ഥലത്തുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടുള്ള സെക്ഷൻ ആയാലോ? നല്ല ചിക്കൻ KFC അല്ലെങ്കിൽ ചിക്കൻ വിങ്സ്. ചിക്കൻ കഴിക്കില്ലല്ലോ. കോഴികളല്ലേ കോഴി കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കോഴികളാണോ? അല്ലെങ്കിൽ പിന്നെ ചിക്കൻ പറഞ്ഞ കോഴി തന്നെയല്ലേ? ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത സെഗ്മെന്റ് എടുക്കാം. ചില്ല് പില്ല് ഇങ്ങോട്ട് ഇടും. കഴിഞ്ഞോട്ടെ. ഏത് കഴിഞ്ഞോട്ടെ? പുതിയൊരു വീഡിയോ ഉണ്ടോ? ഉണ്ടോ?